വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം 5-ാം വാക്യം. ഇരുളും വെളിച്ചവും, സത്യവും കള്ളവും, ദൈവവും സാത്താനും. ജയിക്കാനുള്ള മാർഗം വേറൊന്നുമല്ല, വചനത്തിനകത്തെ വെളിച്ചം. അത് തുടങ്ങുന്ന ശ്രദ്ധിച്ച്, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് വായിക്കാം, ആദിയിൽ യേശു ഉണ്ടായിരുന്നു, യേശു ദൈവത്തോട് കൂടെയായിരുന്നു, യേശു ദൈവമായിരുന്നു. സകലതും യേശു മുഖാന്തരം ഉളവായതൊന്നും അവിടുത്തെ കൂടാതെ ഉളവായതല്ല. അദ്ദേഹത്തിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. സങ്കീർത്തനം 119:130 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. ഏത് അല്പബുദ്ധിയെയും സോളമനേക്കാൾ ജ്ഞാനിയാക്കാൻ വചനത്തിൻ്റെ വെളിപ്പാടിന് കഴിയും. വചനം അതിൽ തന്നെ പ്രത്യേകിച്ച് ഫലമൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ഒരു മനുഷ്യൻ കർത്താവിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വചനം ധ്യാനിക്കുമ്പോൾ അതിൻ്റെ പൊരുൾ തിരിഞ്ഞു വരുന്നു. കർത്താവിൻ്റെ മുഖത്തിൻ്റെ മൂടുപടം മാറി വരുന്നു. നമുക്കവൻ്റെ തേജസ് കിട്ടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം തീരുന്നത് നഥനയേലിനെ കുറിച്ചാണ്. നഥനയേൽ യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. അപ്പോൾ നഥനയേൽ ചോദിക്കും, എന്നെ എവിടെ വെച്ചറിയും? നീ ഇന്നലെ ഫിലിപ്പോസ് നിന്നെ വിളിക്കാൻ വരുമ്പോൾ അത്തിയുടെ കീഴിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ അത്തിയുടെ കീഴെന്നൊക്കെ പറയുമ്പോൾ, അത്തി എന്നൊക്കെ പറയുന്നത് പ്രമാണത്തിന് കീഴിലുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യന് വചനം ധ്യാനിക്കുന്ന സമയത്തൊരു വെളിച്ചം കിട്ടി. അത് അദ്ദേഹത്തിനറിയാം, വെളിച്ചം കൊടുത്തവനും അറിയാം. ആ വെളിച്ചം കൊടുത്തവനെ, ആ വെളിപ്പെട്ട് കിട്ടിയവനെ ഇപ്പോൾ ജഡരൂപത്തിൽ മുന്നിൽ നിൽക്കുക. നഥനയേൽ പറഞ്ഞു, ദൈവമേ, റബ്ബി, അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവ്. കർത്താവ് പറയാണ്, നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വചന വെളിപ്പാടേ നിനക്ക് കിട്ടിയുള്ളൂ, പക്ഷേ ഭൗതിക മണ്ഡലത്തിൽ ഞാൻ നിനക്കത് കാണിച്ചു തരും. 3-ാം നാൾ നമ്മൾ കാണുന്നു, കാനായിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. വചനം നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ വചനത്തിൻ്റെ വെളിപ്പാട് ദൈവം ആദ്യം തരും. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചിട്ട് മോശയുടെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അവരുടെ ബുദ്ധിയെ തുറന്നു. കണ്ടോ? അപ്പോൾ ഈ ബുദ്ധി ഒന്ന് തുറന്ന് കിട്ടണം. എന്തിനു വേണ്ടി? വചന വെളിപ്പാട് കിട്ടാൻ വേണ്ടി. അവന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടണ്ട. ഇരുട്ടെന്ത് വരട്ടെ, ദാരിദ്ര്യം വരട്ടെ, ബുദ്ധിമുട്ട് വരട്ടെ, ശത്രുക്കൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, നമ്മൾ വീഴുകയില്ല. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ താങ്ങുന്നവൻ നമ്മളെ താങ്ങും. പലരും വീണുപോയില്ലേ? ശക്തന്മാർ, ദൈവമില്ലാത്തവർ. അവർ എത്ര ധനവാന്മാരായാലും, എത്ര അധികാരമുള്ളവരായിരുന്നാലും, എത്ര ബുദ്ധിമാന്മാരായിരുന്നാലും വീണുപോയില്ലേ? എന്നിട്ട് എളിയവരായ നമ്മളെന്താ വീഴാത്തത്? നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഈ വചനം നമ്മളെ താങ്ങുന്നത് കൊണ്ടാണ്. വചന ശുശ്രൂഷയിൽ പൊരുൾ തിരിഞ്ഞു വരുന്ന അർത്ഥം നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നമെന്ന് തോന്നിയത്, മറ്റുള്ളവർക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയത്, മറ്റുള്ളവർക്ക് ഓടിപ്പോകാൻ തോന്നിയത്, മറ്റുള്ളവർ നിരാശയിലേക്ക് വീണുപോയത് നമ്മളെ ബാധിച്ചില്ല. നമ്മുടെ മേന്മയല്ല, വചനത്തിൻ്റെ മേന്മ. അപ്പോൾ വചനത്തിലകത്തുള്ള ജീവൻ മനുഷ്യന് വേണം. അത് ഉപദേശമായിട്ടാണ് തരുന്നത്. വചനം ധ്യാനിക്കുമ്പോൾ ഉപദേശം നമ്മളെ കയറി അങ്ങ് പിടിക്കുകയാണ്. വചന ശുശ്രൂഷയിൽ താഴ്മയോടെ ഇരിക്കുകയാണെങ്കിൽ ശുശ്രൂഷകൻ നമുക്കാവശ്യമായ ദൂത് പരിശുദ്ധാത്മാവ് ശുശ്രൂഷകളിലൂടെ തരികയാണ്. അത് നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതലായി മാറുകയാണ്. വെള്ളത്തെ വീഞ്ഞായതുപോലെ ഭൗതിക മണ്ഡലത്തിൽ എന്തുമായിക്കൊള്ളട്ടെ, ജോലിയില്ലാത്ത വിഷയമാണോ, സാമ്പത്തിക പ്രശ്നമാണോ, കുടുംബകലഹമാണോ, രോഗമാണോ, ശത്രുക്കളാണോ, സമാധാനമില്ലാത്ത അവസ്ഥയാണോ, ആത്മീയ വർധനയാണോ നിങ്ങളുടെ വിഷയം, ശുശ്രൂഷ ആഗ്രഹിക്കുകയാണോ, എല്ലാത്തിനുള്ള മരുന്ന്, എല്ലാത്തിനുമുള്ള റിസോഴ്സസ് എല്ലാം ഈ വചനത്തിലിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ അതേ ജീവൻ നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് നമ്മളെ നടത്താൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ വെളിപ്പാടിലാണ്. അത് ലോകപ്രകാരമുള്ള ഒരു മനുഷ്യന് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണല്ലോ വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത്. അവർ കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത്, നമ്മൾ കാണുന്നില്ല. അവർ ഭൗതിക മണ്ഡലത്തിൽ വെളിപ്പെടുമ്പോഴാണ്
അപ്പോൾ ലോകമനുഷ്യൻ വെളിപ്പെട്ട ശേഷമാണ്, കണ്ടതിന് ശേഷമാണ് വിശ്വസിക്കുന്നത്. നമ്മളോ വെളിപ്പാട് കിട്ടിയതിന് ശേഷമാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നതിനെ നിലവിൽ കൊണ്ടുവരികയാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുകയാണ്. ഇതാണ് നമ്മളും ലോകമനുഷ്യരുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ യേശു കർത്താവ് തൻ്റെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ സ്വീകരിച്ചില്ല. അദ്ദേഹം ലോകത്തിലുണ്ടായിരുന്നു, ലോകം അദ്ദേഹം മുഖാന്തരം ഉളവായി, എങ്കിലും ലോകമോ അദ്ദേഹത്തെ അറിഞ്ഞില്ല. ഇതും യോഹന്നാൻ 1 തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? യഹൂദന്മാരുടെ അടുത്തേക്ക് വന്നു, സ്വന്തത്തിലേക്ക് വന്നു. അവർ അദ്ദേഹത്തെ കൈക്കൊണ്ടില്ല. കാരണം അവരുടെ സ്വന്തം, അവരുടെ സെൽഫിനെ മാറ്റിവെക്കേണ്ടി വരും ഇദ്ദേഹത്തെ കൈക്കൊണ്ടാൽ. അതവരുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. അതുകൊണ്ട് അവർക്ക് ഇടർച്ചക്കല്ലായി ക്രിസ്തു. അവർ തട്ടി വീണു. മറുവശത്ത് ജാതികളുടെ അടുത്തേക്ക് വന്നു, ലോകത്തിലേക്ക് വന്നു. അവരെന്ത് ചെയ്തു? യഹൂദന്മാർ അടയാളം അന്വേഷിച്ചു, യവനന്മാർ ജ്ഞാനം അന്വേഷിച്ചു. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കുമല്ല, ഭോഷന്മാരെന്ന് തോന്നിയവർക്ക് ദൈവം വെളിപ്പെടുത്തി. അപ്പോൾ ഈ വെളിപ്പാട് കിട്ടുന്നത് സ്വന്തം സെൽഫിനെ ഡിനൈ ചെയ്യുന്നവർക്ക്. അതാണ് കുരിശെന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സെൽഫിനെ ഡിനൈ ചെയ്യുമ്പോഴാണ്, നിഷേധിക്കുമ്പോഴാണ് കുരിശെടുക്കുന്നത്. അങ്ങനെ സ്വന്തം സെൽഫിനെ മാറ്റിയിട്ട് യേശുവിൻ്റെ സെൽഫിനെ, അല്ലെങ്കിൽ യേശുവിൻ്റെ വചന വെളിപ്പാടിനെ അന്ധമായി വിശ്വസിക്കുന്നവർക്ക്. 2, ലൗകികന്മാരല്ലാത്തവർക്ക്, ലോകപ്രകാരം മൂവ് ചെയ്യാൻ, നടക്കാൻ ആഗ്രഹിക്കാത്തവർക്ക്, തല കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാതെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് അവനെ സ്വീകരിക്കാൻ തയ്യാറായവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഈ അധികാരം നൽകി ദൈവമക്കളാകുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അവരെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് അവർ ഒരു ഒരു പ്രത്യേകതരം സൃഷ്ടിയാകേണ്ടതിന് വചനത്താൽ വീണ്ടും ജനിച്ചവരാണ്. അവർ സാധാരണ സൃഷ്ടികളെ പോലെ അല്ല. വീണ്ടും ജനിച്ചവൻ്റെ അകത്താര യേശുവിൻ്റെ ജീവനാണ് വരുന്നത്. പിന്നെ ദൈവജീവനിലാണ് ഇവൻ ചരിക്കുന്നത്. പിന്നെ ഇവൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വചനത്തിലെ വെളിപ്പാടാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കൂട്ടായ്മ ആചരിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു കൽപ്പനയായിട്ടല്ല, അതൊരു ആവശ്യമാണ്. ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ തൊട്ട് നീ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, വായു ശ്വസിക്കണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതവന് വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ഒരു ആത്മീയൻ, വീണ്ടും ജനിച്ചവൻ അവൻ്റെ ചാർജ് നിലനിർത്തണമെങ്കിൽ ഇതാണ് അവൻ്റെ ലൈഫ് സ്റ്റൈൽ. അതൊരു കൽപ്പനയല്ല. കൽപ്പനകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് ഒരുത്തനെ ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നത്. ക്രിസ്തുവെന്ന തലയോളം വളർന്നാൽ അവൻ ആത്മാവിൽ സഞ്ചരിക്കാൻ തുടങ്ങും. പിന്നെ ഈ ലോകത്തിന് പ്രയാസമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ, ഈ ലോകത്തിന് ഗവൺമെൻറ്റുകൾക്ക് ഭാരമെന്ന് പറയുന്ന വിഷയങ്ങളിൽ ഈ സഭ, ഈ വിശുദ്ധന്മാരുടെ, ഈ വീണ്ടും ജനിച്ചവരുടെ കൂട്ടം ഇടപെടുകയാണ്. അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ വചനം അത് ഇവരുടെ ജീവിതത്തിലൂടെ വെളിച്ചമായി ലോകത്തിന് വരികയാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങൾ ഈ ഭൂമിക്ക് രുചി കൊടുക്കുന്നവരാണ്, കുടുംബങ്ങൾക്ക് സ്വാദ് കൊടുക്കുന്നവരാണ്, ബന്ധങ്ങൾക്ക് ഉപ്പ് കൊടുക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിനോ സ്വന്തം മനുഷ്യൻ്റെ ജഡസ്വഭാവത്തിനോ സ്വയത്തിനോ കഴിയാത്തത് ഒരാത്മീയന് കഴിയുന്നു. അതുകൊണ്ട് പൗലോസ് സ്വന്തം കുടുംബത്തെ പോലും വേണ്ട എന്ന് വെച്ച് കർത്താവിന് സേവ ചെയ്ത മനുഷ്യൻ പറയുന്നു, ഭൂമിയിലെ സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. കണ്ടോ, എത്ര വലിയ മഹത്തരമായ കാര്യത്തിലേക്കാണ് ദൈവം നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. 2, നമ്മൾ ലോകത്തിന് വെളിച്ചമാണ്. യുദ്ധങ്ങൾ നടക്കുന്നു, പല സ്ഥലങ്ങളിലും ആൾക്കാർ മുറിവേൽക്കുന്നു, മരുന്നില്ല, ചികിത്സയില്ല. അധികാരമുള്ളവൻ, ബലമുള്ളവൻ, ആയുധമുള്ളവൻ ചെറിയവരെ ഉപദ്രവിക്കുന്നു. ആര് കൊടുക്കും അവർക്ക് വെളിച്ചം? ആരവരെ രക്ഷിക്കും? ഒരു ദേശത്ത് ദരിദ്രം പീഡിപ്പിക്കപ്പെടുന്നതും നീതിയും ന്യായവും നിഷേധിക്കപ്പെടുന്നതും കണ്ടാൽ വിസ്മയിക്കരുത്. ഉന്നതനും മീതെ ഉന്നതനും, അവനും മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ആ അത്യുന്നതൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നീ പറഞ്ഞിട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. എളിയവരുടെ പീഡയും ദീർഘശ്വാസവും നിമിത്തം ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ അതിലാക്കും.
എന്ന് പറഞ്ഞവൻ നിനക്ക് തുണയുണ്ട്, നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിസ്സാരക്കാരല്ല. പുറമേ നമ്മൾ നിസ്സാരക്കാരായിട്ട് തോന്നുന്നു. പക്ഷേ ആ നിസ്സാരത്വം, ആ താഴ്മ നമ്മളെ ഈ വലിയ തച്ചൻ്റെ അടുത്തിലേക്ക്, നസ്രത്തിലെ തച്ചൻ. പുറമേയുള്ളവർ നോക്കിയപ്പോൾ ജോസഫിൻ്റെ മകൻ, മറിയയുടെ മകൻ, അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ കൂടെ ഉണ്ട്. വലിയ സ്റ്റാറ്റസുള്ള പാർട്ടിയൊന്നുമല്ല, ഗലീലക്കാരനാണ്. പക്ഷേ ആരും അറിഞ്ഞില്ല അദ്ദേഹമായിരുന്നു ഈ ഭൂമിയെ ഉണ്ടാക്കിയതെന്ന്. ഹല്ലേലൂയ. നമ്മളവൻ്റെ ശിഷ്യന്മാരാണ്, നമ്മളവൻ്റെ സ്നേഹിതരാണ്. അതിനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും. അവൻ്റെ വായിൽ നിന്നുള്ള വചനം കേൾക്കാൻ, അവനെ അറിയാൻ, സത്യദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിക്കും. അത് ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിന് മഹത്വത്തിനായിട്ടും മറ്റുള്ളവർക്ക് നന്മയ്ക്കായിട്ടും ദൈവം നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ.